നമസ്കാരം. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിന് പ്രതിപക്ഷ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കൊണ്ട് സംയുക്ത പാർലമെന്ററി സമിതി അഥവാ JPC അംഗീകാരം നൽകിയിരിക്കുകയാണ് വഖഫ് ബില്ലിന്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റ് അവതരിപ്പിച്ച കരട് രേഖയിൽ 14 ഭേദഗതികൾ വരുത്തിയാണ് ബില്ലിന് JPC അംഗീകാരം നൽകിയത്. ഇതോടെ ഫെബ്രുവരി 1-ാം തീയതി ബഡ്ജറ്റ് അവതരണത്തിൽ ഈ ബില്ലിന് പൂർണ്ണമായ ഒരു അംഗീകാരം നൽകാൻ പോവുകയാണ്. ആ മുസ്ലിമുകളായ രണ്ടുപേർ ഭരണസമിതിയിൽ ഉണ്ടാകുമെന്നത് ഉൾപ്പെടെയുള്ള അംഗീകാരം നൽകിയവയിൽ ഉൾപ്പെടും. പ്രതിപക്ഷ അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. 44 ഭേദഗതികളാണ് ആകെ നിർദ്ദേശിച്ചിരുന്നത്. 10 എംപിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ 16 പേർ വിയോജിച്ചു. ഭരണപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട് സമർപ്പിക്കുക. ഫെബ്രുവരി 13-നകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു JPCക്ക് സമയം അനുവദിച്ചിരുന്നത്. രാജ്യത്തെ മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആകെ 44 ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8-നാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് വിശദമായ ചർച്ചകൾക്ക് ബിൽ ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു. അതേസമയം JPC യോഗത്തിൽ ബഹളമുണ്ടാക്കിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം 10 പ്രതിപക്ഷ എംപിമാരെ പാർലമെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. വോട്ടെടുപ്പ് പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ തള്ളിയതായും JPC ചെയർമാനും BJP MPയുമായ ജഗദാംബിക പാൽ പറഞ്ഞു. ബില്ലുമായി ബന്ധപ്പെട്ട് ഇനി യോഗമുണ്ടാവില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. BJP നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തിയാകും JPC ചെയർമാൻ സ്പീക്കർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. കഴിഞ്ഞ വർഷം നവംബർ 21-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് JPCയോട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം സമ്മേളനത്തിന്റെ അവസാനിക്കുന്ന ഫെബ്രുവരി 13 വരെ സമയപരിധി നീട്ടി നൽകുകയായിരുന്നു. വഖഫ് ബോർഡുകളുടെ ഭരണ രീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത്. ആ മുസ്ലിമുകളായ അതായത് മുസ്ലിം അല്ലാത്ത രണ്ടുപേരും വനിതകളും ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള മാറ്റങ്ങൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ മോശം ദിനമെന്ന് വിശേഷിപ്പിച്ചാണ് JPC ചെയർമാന്റെ നടപടിയെ പ്രതിപക്ഷം വിമർശിച്ചത്. മുൻകൂട്ടി തീരുമാനിച്ച അജണ്ട നടപ്പാക്കുകയാണ് ചെയർമാൻ ചെയ്തത്. പ്രതിപക്ഷത്തെ ഒന്നും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഒന്നും അത് വായിച്ചു നോക്കാൻ പോലും കൊള്ളില്ലാത്ത ഒരു ഭേദഗതികളാണെന്ന് JPC ചെയർമാൻ പറഞ്ഞു. BJP നിർദ്ദേശിച്ച ഭേദഗതികൾ എന്താണെന്ന് പ്രതിപക്ഷത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ബില്ലിന് അംഗീകാരം നൽകിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സ്വാഭാവികമാണ്. കേന്ദ്ര സർക്കാർ വരുത്തിയ പ്രധാന ഭേദഗതികൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വസ്തുവിനെ വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിയമത്തിലെ 40-ാം വകുപ്പ് ഒഴിവാക്കി 5 വർഷമെങ്കിലും ഇസ്ലാം വിശ്വാസിയായിരിക്കുന്ന വ്യക്തി നൽകുന്നതേ ഇനി വഖഫ് സ്വത്താകുകയുള്ളൂ. നിലവിൽ മുസ്ലിം ഇതരക്കാർക്കും വഖഫ് നൽകാം. രേഖാമൂലമുള്ള കരാർ വഴി മാത്രമേ വഖഫ് ഉണ്ടാക്കാനാകൂ. നിലവിൽ ഡീഡ് വഴിയോ അല്ലെങ്കിൽ വാക്കാലോ ദീർഘകാലമോ ഉപയോഗിക്കാതെ ആ ഉപയോഗത്തിലൂടെയോ വഖഫ് ആണ് സ്വത്ത്. വഖഫ് സ്വത്താണ് എന്ന് പരിശോധിക്കാനുള്ള അധികാരം ഇനി സർവേ കമ്മീഷണറിൽ നിന്ന് ജില്ലാ കളക്ടറേക്ക് മാറ്റി. അതാണ് ഈ വഖഫിലേക്കും പ്രധാനപ്പെട്ട നിയമങ്ങൾ.